ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. പയറ്റി വിജയിച്ച ക്രിസ്ത്യൻ വോട്ട് നേടാനുള്ള തന്ത്രങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടിയെന്ന പാർട്ടിക്കുള്ളിലെ വിലയിരുത്തൽ. തൃശൂരിൽ സുരേഷ് ഗോപി വിരുദ്ധ തരംഗവും തിരിച്ചടിയായെന്ന വിലയിരുത്തലുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും വിജയിക്കുകയാണെങ്കിൽ നിയമസഭയിലും ഇതേ തന്ത്രം പയറ്റാനായിരുന്നു ബി.ജെ.പിയുടെ അണിയറ നീക്കം. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയം കണ്ടുമോഹിച്ച അതുപോലുള്ളൊരു വിജയത്തിനായി ക്രിസ്ത്യൻ വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ടുള്ള തന്ത്രങ്ങളാണ് ബി.ജെ.പി. തുടക്കത്തിലെ പയറ്റിയത്. ഇതിനായി തൃശൂരിൽ ഉൾപ്പെടെ പള്ളികളുടെ സഹായത്തോടെ സ്ഥാനാർത്ഥികളെ നിർത്തുക പോലും ചെയ്തു. പക്ഷേ ഫലം വന്നപ്പോൾ ആ ഡിവിഷനുകളിൽ എൻ.ഡി.എ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വൻ പരാജയമാണുണ്ടായത്. ക്രൈസ്തവ വോട്ടുകൾ ഏറെക്കുറെ മുഴുവനും യു.ഡി.എഫിലേക്ക് എത്തുകയും അവരുടെ സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയുമായിരുന്നു. കൃഷ്ണപുരം, മിഷൻ, കോട്ടേഴ്സ്, ചേലക്കോട്ടുകര, നെട്ടിശ്ശേരി ഡിവിഷനുകളിലാണ് എൻ.ഡി.എക്ക് ഇത്തരത്തിൽ അപ്രതീക്ഷിത തിരിച്ചടി കിട്ടിയത്. ഇവിടങ്ങളിൽ ജയിക്കുമെന്ന മുന്നണി അമിത പ്രതീക്ഷയാണ് പുലർത്തിയിരുന്നത്. തൃശൂരിലെ എം.പി. സുരേഷ് ഗോപിയുടെ പല പ്രവർത്തികളും പാർട്ടി വോട്ടുകൾ ഉൾപ്പെടെ അകറ്റിയിട്ടുണ്ട് എന്ന വിലയിരുത്തലും ബി.ജെ.പിക്ക് ഉണ്ടെന്നാണ് റിപ്പോർട്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന ജനപ്രതിനിധി എന്ന രീതിയിലല്ല, മാടമ്പി മനോഭാവത്തോടെയാണ് സുരേഷ് ഗോപി പെരുമാറുന്നത് എന്ന് തുടക്കം മുതൽ തന്നെ ആരോപണം ഉയർന്നിരുന്നു. അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും പാർട്ടിക്ക് കനത്ത തിരിച്ചടി നൽകുന്നതാണെന്നും കേന്ദ്രമന്ത്രിയെ കോമാളി ലുക്കിലാണ് ജനങ്ങൾ കണക്കാക്കുന്നത് എന്നും പലതവണ പ്രവർത്തകർ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. കേന്ദ്ര നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നതിനാൽ സുരേഷ് ഗോപിയെ പറഞ്ഞു വിലക്കാൻ ജില്ലാ സംസ്ഥാന നേതാക്കൾക്ക് ആകുന്നില്ല. തലസ്ഥാന കോർപ്പറേഷനിൽ ബി.ജെ.പിക്ക് നേട്ടമുണ്ടാക്കാനായെങ്കിലും അവിടെയും ക്രിസ്ത്യൻ പരീക്ഷണം അമ്പേ പരാജയപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് എന്നതിനാൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എങ്ങനെ തരണം ചെയ്യും എന്നതിനെക്കുറിച്ചാണ് പാർട്ടി കേന്ദ്രങ്ങളിലെ തിരക്കിട്ട ചർച്ച.